നിങ്ങളിപ്പോൾ കണ്ടത് ആന ചെരിഞ്ഞ് നടക്കണതല്ല, 21 കൂടർ വാട്ടർ ടാങ്ക്, 33 ഗ്രാമത്തിന് കുടിവെള്ളം കൊടുക്കേണ്ട വാട്ടർ ടാങ്ക് ഇനോഗ്രൽ റണ്ണിൻ്റെ സമയത്ത് ചെരിഞ്ഞ് നടക്കണതാണ്. ഇതിനൊക്കെ എന്താ ഉത്തരം പറയേണ്ടത്? ആരാ ഇതിൻ്റെ കാരണം? സൂറത്തിലാണിത്. ഇൻഡോറിൽ മലിനജലം കുടിച്ചിട്ടുള്ള മരണം, ഗാന്ധിനഗറിൽ മലിനജലം കുടിച്ചിട്ടുള്ള ടൈഫോയിഡ്. അതെന്താ സാധാരണക്കാർക്ക് മാത്രം ഇങ്ങനെ മിക്സ്? നേതാക്കളും കുടിക്കുന്ന കുടിവെള്ളം അടിസ്ഥാന സൗകര്യത്തിൽ പെടുന്ന കാര്യമല്ല. അത് സുരക്ഷിതമായിട്ട് കൊടുക്കാനുള്ള അവകാശം എന്താ? ഔദാര്യം. അതിൽ പോയ ജീവനാരും മറുപടി ആദ്യമായിട്ട് എല്ലാവർക്കും ശൗചാലയം എത്തിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. ഇനി ആദ്യമായിട്ട് കുടിവെള്ളത്തിൽ മറ്റേ കണ്ടാമിനേഷൻ വാട്ടർ എത്തിച്ചു കൊടുത്തു, മലിനജലം എത്തി കൊടുത്ത് നിങ്ങളാന്ന് പറയും. ഇനി അവസാനം ഇതാണോ ഭരണം? ഇങ്ങനെയാണോ ഭരിക്കേണ്ടത്? അടിസ്ഥാന സൗകര്യങ്ങളിൽ ഔദാര്യം പോലെ കാണിച്ചിട്ട് അത് പാവപ്പെട്ടവനും ഇടത്തരക്കാരനും പറ്റാത്ത അവസ്ഥയിൽ ആര് ചെയ്താലും ആ നേതാക്കന്മാരെ ആദ്യം വെള്ളം കുടിപ്പിക്കണം. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഈ വെള്ളം? ഇല്ലല്ലോ. പിന്നെന്താ സാധാരണക്കാരന് മാത്രം വേറൊരു നീതി? അവൻ്റെ ജീവനെന്താ വിലയില്ലേ? 21 കോടി മുടക്കിയിട്ട് ആ വാട്ടർ ടാങ്ക് ചെരിഞ്ഞു പോയത് എന്താ? ലോകം മൊത്തം വലിയ ശക്തിയായി മാറുമ്പോൾ അടിസ്ഥാന കുടിവെള്ളം ഇല്ലാത്ത ആളുകൾ മരിക്കണ ആ ഒരു വാർത്ത കണ്ടിട്ട് പണ്ട് ചേരി കെട്ടിത്തൂക്കിയ പോലെ ആവും. ആദ്യം ഉള്ളിലുള്ളത് ശരിയാവണം. അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഏതൊരു സാധാരണക്കാരൻ്റെ ജീവൻ പോലും പ്രതികരിക്കാൻ തയ്യാറാണ്. അല്ല ആ നേതാക്കന്മാരെ കൊണ്ട് കുടിപ്പിക്കണത്. അധികാരികളുണ്ട്, അവരെ കൊണ്ട് കുടിപ്പിക്കണം ആ വെള്ളം.